വെൽക്കം ബാക്ക് ടു ഷാനൂസ് വയനാട്. ഇന്നും നമ്മളൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. തീ പോലും കത്തിക്കേണ്ട, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ട, വേറെ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു അടിപൊളി വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ തന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഞാനിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിരിയാണി പാക്കറ്റ് കിട്ടുന്ന ആ ഒരു 2 ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ മഫിൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് തന്നെ എടുക്കാനായിട്ട് നോക്കുക, വാങ്ങി കൊണ്ടുവന്നിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. ഡാർക്ക് മഫിൻസ് കപ്പ് കേക്ക് തന്നെ വാങ്ങാം കേട്ടോ, എന്നാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 ബോട്ടിലേക്കും നമ്മൾ ഇത് ഒരേ അളവിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 4 എണ്ണം വെച്ച് നോക്കുന്നുണ്ട്. നമ്മൾ 4 എണ്ണം വെച്ചിട്ട് ആണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഇത് പൊടിച്ചിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ കൈയിട്ട് വാരുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 എണ്ണം വെച്ചിട്ട് നമ്മൾ ആദ്യം പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5 എണ്ണം ആകുമ്പോൾ ഒരുപാടാവും. അപ്പോൾ ഞാൻ 4 എണ്ണം വെച്ചിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. ഒന്നിലേക്ക് 4 എണ്ണം, മറ്റേതിലേക്ക് 4 എണ്ണം. ഒന്ന് തന്നെ പൊടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. 2 ബോട്ടിലേക്കും എല്ലാം നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട, അങ്ങനെ ആകുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് തരിയാവും. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അവിടെ സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. 2 പാത്രത്തിലെയും നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഞാൻ സിറപ്പാക്കി എടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. ഇനി ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററൊന്നുമില്ല കയ്യിൽ, അതുകൊണ്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് ബീറ്റർ വെച്ചിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്ററൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് ആക്കി എടുക്കുന്നത്. പിന്നെ വിസ്ക് വെച്ചിട്ടൊന്നും ബീറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈമില്ല. അപ്പോൾ നമ്മളിത് എളുപ്പം ഉണ്ടാക്കി എടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല ക്രീം. എന്നിട്ട് 2 ബോട്ടിലേക്കും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 2 കപ്പ് കേക്കും കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലേക്ക് 2 എണ്ണം വീതം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സ്പൂൺ കൊണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് നമ്മൾ വേസ്റ്റായി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ക്രീമും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് കവർ ചെയ്യാനില്ല, അത്രയും മതി കേട്ടോ. നമ്മൾ അടിഭാഗത്ത് ഫസ്റ്റ് ലെയറിൽ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി ഡയറി മിൽക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂട് നമ്മൾ ആവി ആണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ആ പാക്കറ്റ് 40 രൂപേൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 2 ചെറീസും കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിനി, ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്, പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇവിടെ റെഡിയായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ക്രീം അത് വിപ്പ് ചെയ്യാണ്ട് വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ അത് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് ക്രീം ചെയ്യുന്നതെങ്കിൽ ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് കൊണ്ട് ഇങ്ങനെ കോരി തിന്നാനാണ് കേട്ടോ. ഇത് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നത് പോലെയല്ല, ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് കഴിക്കുക. അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊണ്ട് തന്നെ നല്ല ജ്യൂസിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ.